ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് എന്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും? നമ്മുടെ വരാൻ പോകുന്ന കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ പരീക്ഷാ ഭവൻ്റെ നിർദ്ദേശമനുസരിച്ച് മാർച്ച് 7-ാം തീയതി വരെയായിരുന്നു സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും കേഡറ്റ് എഴുതാനായിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അല്ലേ? മാർച്ച് മാസം 16-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം? കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള അവസരം കൂടെ മാർച്ച് 16-ാം തീയതി വരെ ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ആളുകൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? അത് തിരുത്തുക. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവരും ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്കറിയാം, നമ്മുടെ പഠനം എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള രീതിയിൽ തുടങ്ങണം. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സബ്ജക്റ്റും അതേപോലെ തന്നെ ലാംഗ്വേജും കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. കാരണം അവരിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴായിരിക്കുമ്പോഴും അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് കുറച്ചും കൂടെ പരിചയം ഉണ്ടായിരിക്കും സബ്ജക്റ്റുമായിട്ടും അതേപോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും. പക്ഷേ കുറച്ചൊരു ടച്ച് കുറവുണ്ടായിരിക്കുക സൈക്കോളജി ആയിരിക്കും. അപ്പോൾ സൈക്കോളജി പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പ വഴി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടറ്റിന് സൈക്കോളജിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു റെക്കോർഡഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 7-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായില്ലെന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. റെക്കോർഡഡ് ബാച്ചാണ്. നിങ്ങൾക്ക് ആ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ഒരു ബാച്ച് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 999 ആണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീ വരുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെയും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങുക. സൈക്കോളജി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. ഞങ്ങൾ പഠിച്ചിട്ട് കുറേ നാളായി, സൈക്കോളജി ഒന്നും ഇനി പഠിച്ചാൽ കയറില്ല എന്നൊന്നും വിചാരിച്ച് ആ ഭാഗം എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൈക്കോളജിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് അല്ലേ? കേട്ടിട്ട് ഏത് കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ഒക്കെ ആണെങ്കിലും അവിടെ നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ലേണിംഗ് തിയറീസ് എന്നുള്ളൊരു ഭാഗം സിലബസിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോയിൽ കൂടെ ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറീസ് ഏതൊക്കെയാണ്, ആരാണ് ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? പഠന സിദ്ധാന്തങ്ങൾ, തിയറീസ് ഓഫ് ലേണിംഗ്. അപ്പോൾ പഠനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. അതേപോലെ തന്നെ എന്താണ്? സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പഠനം സംഭവിക്കുന്നത്? പഠന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആളുകൾ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. വ്യവഹാരവാദം, വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ, സാമൂഹിക സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇങ്ങനെ 3 കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ 3 മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ വ്യവഹാരവാദത്തിന് കീഴെ നമുക്കറിയാം കുറച്ചധികം തിയറീസ് വരുന്നുണ്ട് അല്ലേ? നമ്മുടെ പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടേക്ക് തുടങ്ങിയിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നത് ബിഹേവിയറിസുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ വരുന്നതാണ് വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ. വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ജസ്റ്റാൾട്ട് തിയറീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിയാഷെയുടെയും ബ്രൂണറുടെയും കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സാമൂഹിക സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തിയറീസ് വന്നിട്ടുണ്ട്. ആ തിയറീസിന് കോമൺ ആയിട്ടുള്ള ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് വ്യവഹാരവാദമാണ്, ബിഹേവിയറിസം. പഠനം നടക്കുന്നത് ചോദക പ്രതികരണ ബന്ധത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാണ് ബിഹേവിയറിസ്റ്റുകാർ പറയുന്നത്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റിമുലസ് അല്ലെ, ഒരു ചോദകം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ആ ചോദകത്തിനനുസരിച്ചുള്ള പ്രതികരണം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ
ഞാനൊരു പിക്ചർ, ഒരു മാങ്ങയുടെ ചിത്രം ഞാൻ കൈപിടിച്ചിട്ടുണ്ട്. ഈ മാങ്ങയുടെ ചിത്രം കാണിക്കുമ്പോൾ കുട്ടികൾ എന്തെന്ന് പറയണം? അത് മാങ്ങയാണെന്ന് പറയണം. അതാണ് എനിക്ക് വേണ്ട പ്രതികരണം. അപ്പോൾ ആ പ്രതികരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയാണ്, മക്കളെ ഇതാണ് മാങ്ങ, ഇതാണ് മാങ്ങ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ കാർഡിലുള്ള ചിത്രവും അത് മാങ്ങയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇത് 2, 3, 4 തവണയൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് പഠിക്കുകയാണ്? ആ ചിത്രത്തിലുള്ളത് മാങ്ങയാണ് എന്നുള്ള രീതിയിൽ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? എൻ്റെ അടുത്ത് മാങ്ങ എന്ന് പറയും. അപ്പം ഞാൻ കൊടുക്കുന്നത് ചോദകമാണ്, എനിക്ക് വേണ്ട പ്രതികരണം എന്താണ്? അത് കുട്ടികൾ മാങ്ങ എന്ന് പറയണം. അപ്പം ഇത്തരത്തിൽ ഒരു ചോദകം കൊടുത്തെങ്കിലേ എന്തുണ്ടാവുള്ളൂ? പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വ്യവഹാരവാദികൾ പറയുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു കാര്യം അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം, അല്ലേ? പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു തിയറി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചോദക പ്രതികരണ ബന്ധത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് പഠനം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പ്രധാനമായിട്ടുള്ള 3 തിയറീസാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ബോണ്ട് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഈ തിയറി ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഏറ്റവും ആദ്യം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ പാവ്ലോവാണ്. പാവ്ലോവിൻ്റെതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പൗരാണിക അനുബന്ധന സിദ്ധാന്തം. നമുക്കറിയാം നായയിലാണ് എന്ത് ചെയ്യുന്നത്? പാവ്ലോവ് പരീക്ഷണം നടത്തുന്നത്. നായയിൽ പരീക്ഷണം നടത്തുന്നു. അദ്ദേഹം പറയുന്നത് ഒരു സ്റ്റിമുലസ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമാണ് അദ്ദേഹം തെളിയിക്കാനായിട്ട് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇച്ഛാതീത അനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷനിങ് തിയറി, അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്നിങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം പാവ്ലോവാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. പിന്നെ വരുന്ന ഒരു തിയറിയാണ് ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് പറയുന്നത്. തൊണ്ടേക്കാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ബോണ്ട് തിയറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പരിചയം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇത് കൂടുതലായിട്ടും പരിചയപ്പെട്ടിട്ടുള്ളത് ശ്രമ പരാജയ സിദ്ധാന്തം എന്നുള്ള രീതിയിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, തൊണ്ടേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തിയറി തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ആ പേരുകൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. കാരണം നമ്മളിപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തം തൊണ്ടേക്ക് എന്നുള്ള രീതിയിൽ പഠിച്ചു പോകും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബന്ധസിദ്ധാന്തം എന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പല പല പേരുകൾ പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്ന് പറയുന്നതും ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. എഡ്വേർഡ് തൊണ്ടേക്കാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പരീക്ഷണം നടത്തുന്നത് പൂച്ചയിലാണ്. ഓർക്കുന്നുണ്ടോ? പ്രശ്നപേടകത്തിലെ പൂച്ച, കാറ്റ് ഇൻ ദ പസിൽ ബോക്സ്. ഓക്കെ, അപ്പോൾ പൂച്ചയിൽ പരീക്ഷണം നടത്തി അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? പഠന നിയമത്രയം, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. പഠന നിയമത്രയം, ട്രിലോജി ഓഫ് ലേണിംഗ്, അല്ലെ? സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. ഓക്കെ, പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ടുള്ള 3 നിയമങ്ങളാണ് ആ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ വേറെ കോൺസെപ്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു വ്യവഹാരവാദ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇവിടെ സ്കിന്നറിന്റെ തിയറിയിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും. കാരണം പാവ്ലോവും തൊണ്ടേക്കും സമർത്ഥിക്കാൻ ശ്രമിച്ചത് SR കണക്ഷനെ പറ്റിയിട്ടാണ്, അല്ലെ? അതായത് ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രതികരണം കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പാവ്ലോവും തൊണ്ടേക്കും പറഞ്ഞത്. പക്ഷെ സ്കിന്നറുടെ തിയറിയിലോട്ട് വരുമ്പോൾ അദ്ദേഹം കുറച്ചൊരു മാറ്റം വരുത്തുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രതികരണത്തിനാണ്, റെസ്പോൺസിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി R ടൈപ്പ് എന്നുള്ള അല്ലെങ്കിൽ R ടൈപ്പ് തിയറി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം റെസ്പോൺസിനാണ് ഏറ്റവും കൂടുതൽ
പ്രാധാന്യം കൊടുക്കുന്നത്. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഏത് പ്രവൃത്തിയാണോ ഒരു കുട്ടി ചെയ്യേണ്ടത് ആ പ്രവൃത്തി കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് സ്കിന്നറിന്റെ കോൺസെപ്റ്റിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു മാങ്ങയുടെ ചിത്രം കാണിച്ചിട്ട് കുട്ടികൾ അത് മാങ്ങ എന്ന് പറയണം അല്ലെ, അതാണ് എനിക്ക് വേണ്ട പ്രതികരണം. ആ പ്രതികരണം ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് സ്കിന്നർ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയുടെ ചിത്രം കാണിച്ചിട്ട് കുട്ടികൾ മാങ്ങ എന്ന് പറയണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മാങ്ങ എന്ന് ഉത്തരം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഉത്തരത്തിനെ ശക്തിപ്പെടുത്താം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം. ഇവിടെ ഒരു സ്റ്റിമുലസിന്റെ ജോലിയാണ് ആര് ചെയ്യുന്നത്, പ്രബലനം ചെയ്യുന്നത്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞൊരു കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, മിഠായി കൊടുക്കുന്നു. അപ്പോൾ ആ മിഠായി കിട്ടിയത് കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും, പിന്നെയും പിന്നെയും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കും അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് ആണ് സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഓക്കെ, അപ്പോൾ 3 തിയറീസ് ആണ് ബിഹേവിയറിസത്തിൽ വരുന്നത്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പാവ്ലോവിൻ്റെതാണ്. തൊണ്ടേക്കിൻ്റെ ബോണ്ട് തിയറി വരുന്നു. സ്കിന്നറിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് വൈജ്ഞാനിക സിദ്ധാന്തങ്ങളാണ്. ഓക്കെ, വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ ഇത് വ്യവഹാരവാദ സിദ്ധാന്തവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കൊഗ്നിറ്റീവ് തിയറീസ്. ഈ കൊഗ്നിറ്റീവ് തിയറീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം പഠിക്കുന്നത്. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് പറയും. ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റാൾട്ട് തിയറീസ് തന്നെയാണ് വരുന്നത്. സമഗ്രതാവാദ സിദ്ധാന്തം അല്ലെ. സമഗ്രതാവാദ സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഒരു പ്രശ്നം കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് പരിഹരിക്കാൻ പറ്റണമെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ചിത്രം കുട്ടിക്ക് കിട്ടണം. അതല്ലാതെ നമ്മളിങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ നടക്കുള്ളൂ, കാണാപ്പാഠം മാത്രമേ നടക്കുള്ളൂ. കുട്ടിക്ക് അവിടെ എന്ത് നടക്കണമെന്നില്ല, ശരിയായ രീതിയിൽ ആശയങ്ങൾ പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ വ്യവഹാരവാദ സിദ്ധാന്തത്തിന് എതിർത്തുകൊണ്ടാണ് ആര് വരുന്നത്, സമഗ്രതാവാദ സിദ്ധാന്തം വരുന്നത്. നമ്മളൊരു ആശയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനെ പല പല ഭാഗങ്ങളാക്കിയിട്ടല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മറിച്ച് മുഴുവനായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം കുട്ടികൾക്ക് കൊടുക്കണം. എന്നിട്ട് വേണം അതിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട്, പല പല ഭാഗങ്ങളിലോട്ട് പോവാനായിട്ട്. പഠനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് വികസിക്കേണ്ടത് എന്താണ്, കുട്ടികളുടെ ഉൾക്കാഴ്ചയാണ്, അന്തർദൃഷ്ടിയാണ്, ഡെവലപ്മെന്റ് ഓഫ് ഇൻസൈറ്റ്. അതായത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് എന്ത് ചെയ്യാണ് പ്രശ്നത്തിനൊരു പരിഹാരം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ബസ്സിൽ കൂടെ യാത്ര ചെയ്യാണ്. ഞാനിങ്ങനെ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു, വിൻഡോ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഞാനിങ്ങനെ പുറമെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് മഴ വരികയാണ്. അപ്പോൾ ഒരു മഴ വരുമ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഉടനെ തന്നെ ആ ഒരു ഷട്ടർ എനിക്ക് താഴ്ത്തിയിടാം അല്ലേ, അല്ലെങ്കിൽ ഷട്ടർ താത്താതിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, മഴ മുഴുവൻ ഞാൻ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താണ് പ്രശ്നത്തിന് എനിക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പരിഹാരം കാണാൻ പറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സൊല്യൂഷൻ, അതിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. പഠന പ്രക്രിയ കൊണ്ട് കുട്ടികളിൽ വികസിക്കേണ്ടത് എന്ത് തന്നെയാണ്, ഇത്തരത്തിലുള്ള ഇൻസൈറ്റ് പെട്ടെന്ന് വരണം. പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനായിട്ടുള്ള കഴിവ് വികസിക്കണം. ഇതാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കൊഹ്ലർ ആണ്. ഓക്കെ, സമർത്ഥനായിട്ടുള്ള സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയിലാണ് കൊഹ്ലർ പരീക്ഷണം നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കറിയാം സമഗ്രതാവാദ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, സമഗ്രതാ നിയമങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം, അതേപോലെ തന്നെ സാമീപ്യ നിയമം, രൂപ പശ്ചാത്തല ബന്ധം, ഇങ്ങനെ ഒരുപാട് തിയറീസ് വരുന്നത് ജസ്റ്റാൾട്ട് തിയറീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. പിന്നെ വരുന്നതാണ് ജസ്റ്റാൾട്ട് തിയറീസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന തിയറിയാണ് കെർട്ട് ലെവിൻ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കൊഹ്ലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെർസെപ്ഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രത്യക്ഷണത്തിന്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്, അതാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം വന്നിട്ടുള്ളതെങ്കിൽ കെർട്ട് ലെവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യക്ഷണത്തിനേക്കാൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതാണ് കേന്ദ്ര ആശയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരു കേന്ദ്ര ആശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം
കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്ഷേത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്, ജീവിത രംഗം. ജീവിത രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റും ഉണ്ട്, ഒരു മെൻ്റൽ എൻവയോൺമെൻറ്റും ഉണ്ട് അല്ലേ. എല്ലാവരുടെയും ഫിസിക്കൽ എൻവയോൺമെൻറ്റും മെൻ്റൽ എൻവയോൺമെൻറ്റും എന്താവില്ല, സെയിം ആവില്ല, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എനിക്കുണ്ട്. എനിക്ക് പഠിക്കാനായിട്ടുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ പഠിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും, പുസ്തകമുണ്ട്, പേനയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, സിലബസ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ പഠിക്കാനായിട്ടുള്ള മാനസിക പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലെ, നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ. ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഭൗതിക പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്ന നമ്മുടെ മാനസിക പരിസ്ഥിതിയെയാണ് അദ്ദേഹം എന്തായിട്ട് പറയുന്നത്, ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി കാണുന്നതും നമ്മൾ അതിനെ പരിഹരിക്കുന്നതും അതല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതും അത് നമ്മൾ നേടിയെടുക്കുന്നതും. അപ്പോൾ ജീവിത രംഗം എന്ന് പറയുന്നതാണ് എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് വരുന്നത്. ആ ജീവിത രംഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ പഠനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ പിയാഷെയുടെയും ബ്രൂണറിൻ്റെയും തിയറി അല്ലേ. ഇവിടെ വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ പഠിതാക്കൾക്ക് അറിവ് നിർമ്മിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അവർ ബേസിക് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം. എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്, അവരവരുടേതായിട്ടുള്ള രീതിയിൽ അറിവുകൾ നിർമ്മിക്കാൻ പറ്റും, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റും. ഇതിൽ പിയാഷെയുടെ തിയറി ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് പിയാഷെയുടെ തിയറി. അപ്പോൾ പിയാഷെയുടെ തിയറി എന്ന് പറയുന്നത് പൊതുവെ അറിയപ്പെടുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കീമ എന്താണെന്ന് പഠിക്കാം. സ്വാംശീകരണം, സംസ്ഥാപനം, സന്തുലീകരണം, അനുരൂപീകരണം, സംഘാടനം, പിന്നെ വരുന്നതാണ് സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിവുകൾ നിർമ്മിക്കുന്നത്. പിന്നെ വരുന്നതാണ് ബ്രൂണറുടെ തിയറി, ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം. അപ്പം ബ്രൂണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആശയ രൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആശയങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ബ്രൂണർ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കുട്ടി തൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യട്ടെ, കണ്ടെത്തി മനസ്സിലാക്കി ആശയങ്ങൾ രൂപീകരിക്കട്ടെ അല്ലേ. ഡിസ്കവറി ലേണിംഗ്, അതേപോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഇതൊക്കെയാണ് ബ്രൂണറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ കാണുന്നതാണ് ആശയ രൂപീകരണ പ്രക്രിയയിൽ വരുന്ന 3 ഘട്ടങ്ങൾ അല്ലേ. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയി കുട്ടികൾ എന്ത് ചെയ്യുന്നു, തൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപീകരിക്കുന്നു. പിന്നെ ഇതിൽ തന്നെ വരുന്നതാണ് ഒസുബലിൻ്റെ പഠന സിദ്ധാന്തം അല്ലേ. ഒസുബലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം. ഈ ഒരു തിയറി തന്നെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നുണ്ട്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒസുബലിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അവിടെ ഇത്ര മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലേ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് കയറുന്നു, എന്താണോ നമുക്ക് പഠിപ്പിക്കാനുള്ളത് അത് ആദ്യം തന്നെ നമ്മൾ പോയി പഠിപ്പിക്കുന്നു, അങ്ങനെയല്ല ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് അവരുടെ ആ മുൻ അറിവുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുതിയ ആശയം കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ മുൻ അറിവിനെയും പുതിയ ആശയത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഇവിടെ ഓർഗനൈസർ എന്നുള്ള രീതിയിൽ ആര് കൊണ്ടുവന്നിട്ടുള്ളത്, ഒസുബൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്ക് വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന തിയറീസ് ആണ് സാമൂഹിക സിദ്ധാന്തങ്ങൾ അല്ലെ, സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് 2 കൂട്ടരുടെ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. സാമൂഹിക പഠന സിദ്ധാന്തങ്ങളും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും കൂടെ വരുന്നുണ്ട് അല്ലെ. സോഷ്യൽ ലേണിംഗ് തിയറീസ് ആൻഡ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമൂഹ്യ പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ബന്ദൂരയും വാൾട്ടയേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. ഇമിറ്റേഷണൽ ലേണിംഗ് ആണ്, അനുകരണ പഠനം അല്ലെങ്കിൽ നിരീക്ഷണ പഠനം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യാണ്,
ഇപ്പോൾ മുതിർന്ന വ്യക്തികൾ, അതല്ലെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയും എന്ത് സംഭവിക്കുകയാണ്, പഠനം നടക്കുന്നു. അതാണ് ബന്ദൂരയും വാൾട്ടയേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ തിയറിയുടെ പല പല പേരുകൾ ഓർത്തിരിക്കണം. ഇമിറ്റേഷണൽ ലേണിംഗ് തിയറി, ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാതൃക നൽകലുണ്ട്. അതേപോലെ തന്നെ അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കുറച്ചധികം ഫാക്ടേഴ്സാണ് എവിടെ വരുന്നത്, അനുകരണ പഠനത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ വൈഗോട്സ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇത് നമ്മുടെ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് അല്ലേ. കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അറിവുകൾ നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അറിവുകൾ നിർമ്മിക്കണമെങ്കിൽ അതിന് ആരുടെ സഹായം ആവശ്യമാണ്, സമൂഹത്തിൻ്റെ സഹായം ആവശ്യമാണ് അല്ലേ. സാമൂഹ്യ ഘടകങ്ങളും സാംസ്കാരിക ഘടകങ്ങളുടെയും സഹായത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അറിവുകൾ നിർമ്മിക്കുന്നത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ആയിരിക്കുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്താണോ എൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്താണോ പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല എന്ത് ചെയ്യുന്നത്, എൻ്റെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സാംസ്കാരിക ഘടകങ്ങളുടെ പ്രാധാന്യമാണ് ആര് പറയുന്നത്, വൈഗോട്സ്കിയുടെ തിയറിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ജസ്റ്റ് തിയറി എന്താണ്, അതേപോലെ തന്നെ ആ തിയറി കൊണ്ടുവന്നിട്ടുള്ള ആൾ ആരാണ്, അവരേത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 5 മാർക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. അത് നല്ലപോലെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഫാമിലീസ് എന്ത് ചെയ്യരുത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വൈഗോട്സ്കി അദ്ദേഹം എന്ത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതൊന്നും കൂടി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കോൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വരും വീഡിയോസിൽ ടീച്ചിങ് എക്സാംസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസും പുതിയ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.